ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജേനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുറുക്ക് കാളൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. സദ്യകളിൽ വിളമ്പുന്ന പ്രധാനപ്പെട്ട ഒരു കറിയാണ് കേട്ടോ കുറുക്ക് കാളൻ. അപ്പോ ആ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. സദ്യകളിലെല്ലാം ഉണ്ടാകുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കറിയല്ലേ കാളൻ. അത് നമുക്ക് ഇന്ന് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാന്ന് വെച്ചാല്, ഞാനിവിടെ ചേന ക്യൂബ് പോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കും കേട്ടോ. നമുക്ക് പിന്നെ വേണ്ടുന്നത് പച്ചക്കായാണ്, നേന്ത്രക്കായ, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഇതിനൊരു അരപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് നമുക്ക് വേണ്ടുന്നത് കുറച്ച് കുരുമുളക് പൊടി വേണം, കുറച്ച് മുളക് പൊടി കേട്ടോ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് കടുക് വേണം, വറ്റൽ മുളക് വേണം, പിന്നെ ഉലുവ വേണം, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ് വേണം, പിന്നെ ആവശ്യത്തിന് തൈരും വേണം. അപ്പോ ഞാനിന്ന് ഈ കുറുക്ക് കാളൻ എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാല് കുക്കറിലാണ് കേട്ടാ. അപ്പൊ കുക്കറിൽ നമുക്ക് എങ്ങനെ ഒരു കുറുക്ക് കാളൻ ഉണ്ടാക്കാൻ നോക്കാം. കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാല്, നമ്മൾ അരിഞ്ഞു വെച്ച ചേന, പച്ചക്കായ, പച്ചമുളക്, ഇത്രയും സാധനം ഇട്ടതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ അത് നല്ലൊരു കളർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ പച്ചക്കറിയെല്ലാം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ട, പൊടികളും വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിന്റെ മൂടി അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ ടൈം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും ജീരകവും എടുത്തിട്ടുണ്ട്. അപ്പോ ഈ തേങ്ങയും ജീരകവും കുറച്ച് തൈരും കൂട്ടിയിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അത് നമുക്കിപ്പോ ചെയ്തെടുക്കാം, അതിനുശേഷം കാണാം. നമ്മൾ കാളന് വേണ്ടിയിട്ട് വേവിക്കാൻ വെച്ച ചേനയും കായും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കുക്കർ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഞാൻ ഏറ്റവും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുക്കറിൽ ആദ്യം വേവിച്ചെടുത്തത്. തുറന്നു വെച്ച് വേവിക്കുന്നതാണെങ്കിൽ ചേനക്കും കായ്ക്കും നല്ല വേവുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇനി വേണ്ടിക്കില്ലേ നമുക്ക് ചട്ടിയിലേക്ക് ഈ വേവിച്ച കഷ്ണങ്ങൾ മാറ്റാം കേട്ടോ. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. ചേനയും കായും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി എന്താ ചെയ്യുന്ന വെച്ചാല്, ഞാൻ ഈ കുക്കറിന് ചട്ടിയിലേക്ക് ഈ വെന്ത കഷ്ണങ്ങൾ മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുക്കർ തന്നെ ഇത് വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ചട്ടിയിലേക്ക് മാറ്റിയിട്ടാണ് വെക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി എടുത്തിട്ട് വെക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച ചേനയുടെയും കായുടെയും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേവിച്ച ചേനയുടെയും കായന്റെയും കഷ്ണം ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചേനയുടെയും കായയുടെയും കഷ്ണങ്ങൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ, തേങ്ങയും ജീരകവും തൈരും എല്ലാം ചേർത്തിട്ട്, അത് നല്ലോണം ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അത് നമുക്കിനി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് കടുക് വറുത്തിടാം. അധികം ലൂസ് ആക്കണ്ട കേട്ടോ, ഒരു കുറുകിയ ഫോമിലാണ് നല്ലത്. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്ത് വെക്കുക. ഉപ്പ് കുറച്ച് കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ. ഉപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്, ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുക്കറിൽ നമ്മൾ പച്ചക്കറി വേവിക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ.
നേരെ മറിച്ച് ചട്ടി തന്നെ ഇട്ടിട്ട് വേവിക്കുന്നത് നിങ്ങൾക്ക് കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പച്ചക്കറി വേവിക്കുന്നത് കുക്കറിൽ കാണിച്ചു തന്നത്. കണ്ടാ, നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതിന് നന്നായി തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മളെ കാളനിട നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. നന്നായി തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ട് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മളെ കാളനിട നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടാ, നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പൊ ഈ തൈര് ഒഴിച്ചിട്ട് തിളപ്പിച്ചാൽ അങ്ങനെ പിരിഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഞാൻ തേങ്ങ അരക്കുമ്പോൾ തൈര് മാത്രം മിക്സ് ചെയ്തിട്ടാണ് അരച്ചത്, വെള്ളം ചേർത്തിട്ടല്ല അരച്ചത്. അതുകൊണ്ട് ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ? ഉണ്ടാക്കാനും എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. ഉണ്ടാ, നമ്മളെ കുറുക്ക് കാളനിട റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കുറുകി വരും കേട്ടോ. ആ ഒരു കണക്ക് നോക്കിയിട്ട് നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. നമ്മളെ കുറുക്ക് കാളന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ നല്ല തണുപ്പ് ടൈമാണ് കേട്ടോ, അതുകൊണ്ട് വെളിച്ചെണ്ണയെല്ലാം കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കറിവേപ്പില വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറുത്തിട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ കാണാൻ? നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോ ഇങ്ങനെ കാളൻ ഉണ്ടാക്കാത്തവര് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ.